നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിവാദം പുതിയ ഒരു തലത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജാഗ്രത ന്യൂസ് ലൈവാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത്. കൊല്ലം സ്വദേശിയും കോട്ടയം നഗരസഭയിലെ ജീവനക്കാരനുമായിരുന്ന, നിലവിൽ വൈക്കം നഗരസഭയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അഖിൽ സി വർഗീസാണ് ഇത്തരത്തിലൊരു 3 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു വിഷയം വിവാദമായി അഖിലിനെ അറസ്റ്റ് ചെയ്യാത്ത സാഹചര്യവും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഒടുവിൽ ഇപ്പോൾ LDF കോട്ടയം നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനും അതുപോലെ നഗരസഭാ വൈസ് ചെയർമാൻ ബി ഗോപകുമാറിനുമെതിരെയാണ് ഇപ്പോൾ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ LDF ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ BJPയുടെ പിന്തുണ എന്ന് പറയുന്നില്ല എങ്കിൽ പോലും BJPയുടെ നിലപാട് കൂടി വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ കോട്ടയം നഗരസഭയിൽ 52 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 22 അംഗങ്ങളാണ് LDFിനുള്ളത്. അതുപോലെ തന്നെ 21 അംഗങ്ങളാണ് UDFിനുള്ളത്. 8 അംഗങ്ങളുള്ള BJP ആണ് ഇവിടുത്തെ മൂന്നാമത്തെ കക്ഷി. എന്നാൽ ഒരു സ്വതന്ത്ര അംഗമായി മത്സരിച്ചു ജയിച്ച, കോൺഗ്രസ് വിമതയായി മത്സരിച്ചു ജയിച്ച ബിൻസി സെബാസ്റ്റ്യൻ UDFിന്റെ പിന്തുണയോടുകൂടി നിലവിൽ കോട്ടയം നഗരസഭയിലെ ചെയർപേഴ്സണായി തുടരുകയാണ്. ആദ്യ തവണ മുതൽ ടോസിന്റെ പിൻബലത്തിലാണ് ബിൻസി സെബാസ്റ്റ്യൻ കോട്ടയം നഗരസഭയിലെ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോട്ടയം നഗരസഭയിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പുതിയൊരു വഴിത്തെരുവിലേക്ക് എത്തിയിരിക്കുകയാണ്. കോട്ടയം നഗരസഭയിൽ നടന്ന 3 കോടി തട്ടിപ്പിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ ഇരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ കോട്ടയം പ്രതിപക്ഷം LDF അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കോട്ടയം നഗരസഭ വേദിയാകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. BJPയുടെ പിന്തുണ LDFിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അനിൽകുമാർ പരസ്യമായി ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട്. BJP എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ BJP കോട്ടയം നഗരസഭയിലേക്ക് പ്രത്യക്ഷ സമരം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സമരം നടത്തിയതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ എന്താണ് BJPയുടെ നിലപാട് എന്ന് വ്യക്തമാക്കണമെന്നാണ് K അനിൽകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ BJPയെ വെട്ടിലാക്കുന്ന ഒരു തന്ത്രമാണ് CPM പുറത്തെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് കോട്ടയം നഗരസഭയിൽ LDFിന്റെ അവിശ്വാസ പ്രമേയത്തിനൊപ്പം നിന്നുകൊണ്ട് UDF മുന്നണിയെ പുറത്താക്കിയില്ല എങ്കിൽ BJP നടത്തുന്ന സമരങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, BJP കോൺഗ്രസും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നൊരു പ്രചാരണം ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ LDF ഇത്തരമൊരു ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ കോട്ടയം നഗരസഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കോട്ടയം നഗരസഭയിൽ നിന്നും ടീം ജാഗ്രത.